15ാമത് ന്യൂയോർക്ക് കർഷകശ്രീ പുഷ്പകശ്രീ അവാർഡുകൾ വിതരണം ചെയ്തു. ന്യൂയോർക്ക് കർഷകശ്രീയുടെയും കേരള സെന്ററുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ചടങ്ങിൽ ന്യൂയോർക്കിലെ നിരവധി സാമൂഹ്യ പ്രവർത്തകർ സംബന്ധിച്ചു. ചടങ്ങിൽ കർഷകശ്രീ പുഷ്പകശ്രീ അവാർഡ് ശ്രീകുമാർ ഉണ്ണിത്താൻ, ലാലി കളപ്പുരയ്ക്കൽ, റോയി മാണി എന്നിവർക്ക് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി ജെയിംസ് ട്രോഫികൾ സമ്മാനിച്ചു. വർക്കി എബ്രഹാം, ലീല മാരിഡ്, ശ്രീകുമാർ ഉണ്ണിത്താൻ, ലാലി കളപ്പുരയ്ക്കൽ, അലക്സ് എസ്തപ്പൻ, കോശി തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഫിലിപ്പ് മഠത്തിൽ, കോരസൻ വർഗീസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കർഷകശ്രീ പുഷ്പശ്രീ എന്ന ഈ രണ്ട് അവാർഡുകൾ ഇവിടെ കൊടുക്കുന്നത് ശ്രീ ഫിലിപ്പ് മഠത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു അവാർഡ് ദാന ചടങ്ങ് എല്ലാ വർഷവും നടക്കാറുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഇത് എന്തിനാണ് നടത്തുന്നത്? ശ്രീ ഫിലിപ്പ് മഠത്തിനെ പോലെയുള്ള അപൂർവം ചില ആളുകൾ ഈ മനുഷ്യരുടെ ഇടയിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അവരാണ് നമ്മുടെ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സ്വാഗതം ആശംസിക്കുവാനായിട്ട് ഈ കേരള സെന്ററിന്റെ പ്രസിഡന്റ് ശ്രീ അലക്സ് എസ്തപ്പാനെ ക്ഷണിക്കുന്നു. ഔദ്യോഗികമായി ഫിലിപ്പ് മഠം കർഷകശ്രീ പുഷ്പശ്രീ അവാർഡിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം. മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന പി ജെയിംസ്, അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി കേരള സെന്ററിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യാനായിട്ട് സെന്ററിന്റെ കർഷകശ്രീ പുഷ്പശ്രീ പ്രസിഡന്റ് ശ്രീ ഫിലിപ്പ് മഠത്തിനെ ക്ഷണിക്കുന്നു. 2009 ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയപ്പോഴേ ഇവിടെ ഈ ചുരുങ്ങിയ നമ്മളൊക്കെ വീടിന്റെ പുറകില് ചെറിയ ഒരു പരിപ്രമുണ്ട്. അവിടെ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല തോട്ടം, നല്ല കൃഷി വിളയിച്ച് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ നമ്മൾ അമേരിക്കൻ മലയാളികൾ. ഇതിന്റെ പണച്ചെലവുണ്ട്, ഇതിന് ഫണ്ടൊന്നുമില്ല. എങ്കിൽ പോലും നമ്മളിതൊരു ഭാഷയായിട്ട് എടുത്തുകൊണ്ട് ഇത് ഇപ്പോഴും നടക്കുന്നു. ഇന്നത്തെ കഴിഞ്ഞ 2024 കർഷകശ്രീ പുഷ്പശ്രീ അവാർഡ് വിജയികളെ നമ്മൾ പ്രഖ്യാപിച്ചു. രണ്ടാമത് ഈ പുഷ്പശ്രീ എന്ന് പറഞ്ഞൊരു പരിപാടി 2-3 വർഷം മുമ്പ് നമ്മൾ തുടങ്ങി. നമ്മുടെ മലയാളി മംഗന്മാര് നമ്മുടെ വീടിന്റെ പരിയമ്പുറത്ത് നല്ല തോട്ടങ്ങളും ഒക്കെ വെച്ച് കൊടുക്കുന്ന ആൾക്കാരെ ആദരിക്കുന്ന ഒരു പരിപാടി പുഷ്പശ്രീ 3-4 വർഷം മുമ്പ് തുടങ്ങി. അതിനെ നല്ല പുഷ്പം വെച്ച് പിടിപ്പിക്കുന്നവരെ നമ്മൾ ആദരിക്കാറുണ്ട്. ഇപ്രാവശ്യത്തെ നമ്മുടെ പുഷ്പശ്രീക്ക് തെരഞ്ഞെടുത്തിരിക്കുന്ന ലാലി കളപ്പുരയ്ക്കൽ. കമ്മ്യൂണിറ്റിയിലെ അറിയപ്പെടുന്ന മഹിളകളാണ് ഇവർ രണ്ടും. അപ്പൊ എനിവേ ഞാനത് പറഞ്ഞു എന്നുള്ളത് പുഷ്പശ്രീ കർഷകശ്രീ അങ്ങനെ ഈ രണ്ട് പരിപാടികൾ നമ്മളിവിടെ എല്ലാ വർഷവും നടത്താറുണ്ട്. അപ്പൊ ഈ വർഷത്തെ ഒരു പരിപാടി ജെയിംസാറ് ഷോർട്ട് നോട്ടീസ്, നമുക്കും ഷോർട്ട് നോട്ടീസ്, എങ്കിൽ പോലും 10-20 പേര് വന്നു പറയുമ്പോൾ നമുക്ക് സക്സസ് ആയിട്ട് ഞാൻ കാണണം. ജെയിംസാറിനോടുള്ള ഒരിക്കൽ കൂടി അദ്ദേഹത്തോടുള്ള നന്ദി സ്വാഗതവും ഞാൻ അറിയിക്കുന്നു. മലയാളം ഗ്ലോബൽ വെസ്റ്റ് പറയുന്ന ഒരു പ്രിന്റ് മീഡിയ പത്രം നമ്മൾ ഇവിടുന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നല്ല കവറേജ് ട്രൈസ്റ്റേറ്റിൽ പോകുന്നുണ്ട്. നിങ്ങളൊക്കെ അത് കടകളിലും പള്ളികളിലും ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ മെയിലിംഗ് ഒന്നും ചെയ്യുന്നില്ല. വായിക്കുക, വിവരങ്ങൾ അറിയിക്കുക. മലയാളം ഗ്ലോബൽ വോയിസ് വായിച്ച എല്ലാവരും പ്രബുദ്ധരാകുക, അറിയുക, നമ്മളെ സഹായിക്കുക. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ചെറിയ ഏത് കൂട്ടമുണ്ടെങ്കിലും അതിന് ഒരു 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 എന്നാ പറയുക, ഒരു കണ്ണാടി സമർപ്പിക്കുന്ന ഒരു പതിവ് പോലെ നമ്മുടെ താരത്തിൽ. അതുപോലെ എല്ലാ യോഗത്തിനും ഒരു മുത്തായിട്ട് നിൽക്കുന്ന വിളങ്ങുന്ന ശ്രീ വർക്കി എബ്രഹാമിനെ ക്ഷണിക്കും. ഫിലിപ്പ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 2009 ഇതിനെപ്പറ്റി നന്നായി വിഷയം അവതരിപ്പിക്കുകയും ഞാൻ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. അതിനുള്ള പ്രധാന സംഗതി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംരംഭമാണ് വീട്ടിലെ കൃഷി. ഞാൻ സാധാരണ നമുക്കറിയാം, ഞാനൊരു ആവറേജ് 12 മണിക്കൂർ ഒക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ്. വൈകിട്ട് വീട്ടിൽ ഈവൻ സന്ധ്യ ആണെങ്കിൽ പോലും വീടിൻ്റെ പുറകിലത്തെ ലൈറ്റിട്ട് വരുന്ന സമയത്ത് സമ്മർ ടൈമിൽ ഈ തോട്ടത്തിനകത്തുനിന്ന് കയറി ഈ പാവലയിലും പടവത്തേലും ഒക്കെ ഒന്ന് പിടിച്ച് ചിലപ്പം 2 പഴുത്ത എന്തെങ്കിലും പറിച്ച് വീട്ടിനകത്തോട്ട് പോകുന്ന ഒരു സ്വഭാവക്കാരൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതി. ഫിലിപ്പ് മഠത്തിനെ അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുന്നു. ഈ കർഷക പുഷ്പ അവാർഡ് ഇതുപോലെ ഇവിടെയുള്ള നമുക്കൊരു റിലാക്സേഷൻ തരുന്നതാണ് കൃഷി എന്ന് പറയുന്നത്. അമേരിക്കയിലെത്തിയ ശേഷവും ഇവിടെ കൃഷി ഒരു കൃഷിക്കാരനായിട്ട് അല്ലെങ്കിൽ കൂടിയും കൃഷി ചെയ്യുന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. വർക്കി സാർ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് ഇതിൻ്റെ ഈ ചെടികളുടെയൊക്കെ അടുത്ത് പോയി നിന്ന് വർത്തമാനം പറയുകയും
നമ്മൾ അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷങ്ങൾ, അത് ചിലത് മറ്റൊക്കെ കാ പിടിക്കാതിരിക്കുമ്പോൾ നമ്മൾ നിങ്ങളെന്താ കഴിക്കാത്തത് എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ജീവനുണ്ടോ എന്ന് നമ്മൾ തോന്നിപ്പോവും. അവർക്കൊക്കെ ജീവനുണ്ട്, സംസാരിക്കാൻ കഴിവില്ലെന്നുള്ളതേ ഉള്ളൂ. നമ്മളൊക്കെ പറയുന്നത് മനസ്സിലാക്കാനും നമ്മളെപ്പോലെയുള്ള ഒരു ജീവികളുമാണ്, ഒരു ജീവനുള്ള വസ്തുവാണ്. കൃഷി ചെയ്യാൻ വേണ്ടി മാത്രം ഫ്ലോറിഡയ്ക്ക് പോയി സ്ഥലം മേടിക്കണം, വീട് വാങ്ങിക്കണം എന്നാണ് ഞാൻ എൻ്റെ കുടുംബത്തോട് പറയാറുള്ളത്. നമുക്ക് പോകാൻ ന്യൂയോർക്കിൽ നിന്ന് എന്താണ് കാരണം ചോദിക്കുമ്പോൾ പറയുന്നതാണ് എനിക്ക് കൃഷി ചെയ്യണം എന്ന് പറഞ്ഞാൽ 24 മാസം എനിക്ക് കൃഷി ചെയ്യണം. അങ്ങനെ ആയിരിക്കണം എൻ്റെ ആദ്യം അതാണ്. ന്യൂയോർക്കിലൊരു 3-4 മാസം മാത്രം കൃഷി ചെയ്യാനും പുഷ്പങ്ങൾ വെക്കാനും ഉള്ള അവസരത്തിൽ കൂടുതൽ എനിക്ക് വേണ്ടത് 24 മാസം ഫ്ലോറിഡയിൽ ചെന്ന് ഔട്ടില് നടന്ന് കൃഷി ചെയ്യുക. അതുപോലെ തന്നെ പുഷ്പങ്ങൾ കൃഷി ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുഷ്പങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ. ഇതിലേക്ക് എന്നെ ഈ അവാർഡിന് വേണ്ടി എന്നെ കണ്ടുപിടിച്ച മിസ്റ്റർ ഫിലിപ്പ് മഠത്തിന് എൻ്റെ നന്ദി അറിയിക്കും. ഏത് ആവശ്യം വന്നാലും നമ്മൾ 10 പേരുള്ളതിനും 15 പേരുള്ളതിനും നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ അതൊരു വലിയ ശക്തിയും സന്തോഷവും സമാധാനമാണ്. സോ ഓൺ ദിസ് ഒക്കേഷൻ ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി അവാർഡ് വിന്നേഴ്സ് ആൻഡ് പാർട്ടിസിപ്പൻസ് ആൻഡ് ദ ലീഡേഴ്സ്. ലെറ്റ്സ് കീപ് ദിസ് ഇൻ മെമ്മറി ഫോറെവർ. താങ്ക് യു. സാധാരണ അമേരിക്കയെ കുറിച്ച് ചെയ്യുമ്പോൾ വ്യവസായ അവാർഡ് അല്ലെങ്കിൽ ട്രേഡ് അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അമേരിക്കയിലെ കർഷകശ്രീ പുഷ്പശ്രീ എന്നൊക്കെ കൊടുക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം വീടുകളിൽ വരുമ്പോൾ ബാക്ക് യാർഡ് കൃഷി കണ്ടെങ്കിൽ മലയാള കൃഷി പറഞ്ഞു കേരളത്തിൽ മറന്നു തുടങ്ങിയപ്പോൾ അമേരിക്കയിലെ മലയാളികളാണ് ഇതൊക്കെ ഈ കൃഷി കൊണ്ടുവരുന്നത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവാർഡ് കൊടുക്കുന്നത് ഇറ്റ്സ് വെരി ജെന്യൂൻ, യുണീക്ക്. ഇത് തുറന്നുകൊണ്ട് പോകണം. ഇതിപ്പോൾ 50 രൂപയായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ ഈ പൂക്കൃഷിയും അതുപോലെ തന്നെ മറ്റ് കൃഷികളും പടവലങ്ങിയൊക്കെ 100 പടവലങ്ങിയൊക്കെ വളർത്തിയതിന്റെ കാര്യം സിനിമകളെ പറഞ്ഞു. ഇതൊരു സന്തോഷമാണ് അറിയുന്നത്. അപ്പൊ ഈ കൃഷി വളർത്താനായിട്ടൊരു വലിയൊരു ക്യാമ്പയിൻ നടക്കണം. ഫിലിപ്പണത്തില് എന്തായാലും അതിന്റെ തലപ്പൊക്കം തന്നെയാണുള്ളത്. അപ്പൊ അമേരിക്കൻ മലയാളികൾക്ക് അതിൽ തലപ്പൊക്കമായിട്ട് നിൽക്കുന്ന ഒരാളാണ് കണ്ടപ്പോൾ വൈദികനായിട്ട് എനിക്ക് അത് തോന്നി. അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ കാണിക്കുന്ന ഒരു വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തിന് മുമ്പിൽ തല വിളിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും നല്ല ഒരു ലോകത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും നോക്കി പാർക്കാം. എവിടെ ഭൂപ്രകൃതികൾ മാറിയാലും നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കും. കൃഷിയാണ് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഘടകം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന ഉദ്ദേശമായ കർഷകശ്രീ പുഷ്പകശ്രീ എന്ന ഈ അവാർഡ് ദാനത്തിനായിട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രീ ഫിലിപ്പ് മഠത്തിലേക്ക് ക്ഷണിക്കും. കർഷകശ്രീ അവാർഡ് ഫസ്റ്റ് പ്രൈസ് ശ്രീകുമാർ ഉണ്ണിത്താൻ, ശ്രീ ബി പി ജെയിംസ് ശ്രീകുമാർ ഉണ്ണിത്താന് അവാർഡ് നൽകുന്നു. അടുത്തായിട്ട് പുഷ്പശ്രീ ഒന്നാം സമ്മാനം ലഭിച്ച ശ്രീ ലാലി കോർപ്പറേറ്റ്. കർഷകശ്രീയുടെ 3ാം സമ്മാന അർഹനായ ശ്രീ റോയ് മാണി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.